സോ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോർണിംഗ്. അപ്പം ഇന്ന് കുറച്ച് പേരൊന്ന് പറയാനുണ്ട്. എന്താണെന്ന് പറയാം. നമ്മളെ ഏഞ്ചൽ ഫിഷ് ഡെഡായിപ്പോയി. ഇതിനകത്ത് ഏഞ്ചൽ ഫിഷ് ഡെഡായിപ്പോയി. അത് ഭയങ്കര സങ്കടമായിപ്പോയി കേട്ടോ. ആപ്പാടെ നമുക്ക് നല്ലൊരു പേരായിരുന്നു, അത് ഡെഡായിപ്പോയി. എന്നെ പറ്റിയെന്ന് അറിയത്തില്ല. പിന്നെ വെള്ളമൊക്കെ നമ്മൾ കളഞ്ഞായിരുന്നു. നമ്മുടെ ക്രേ ഫിഷ്, നമ്മുടെ കുഞ്ഞും ക്രേ ഫിഷിന് ഒറ്റ കയ്യേ വന്നിട്ടുള്ളൂ കേട്ടോ. അത് കാണാൻ പറ്റുന്നുണ്ടാവും. രാവിലെ ടഫാനാണ്, ചെരിഞ്ഞിരിക്കുന്നു. ഇതുവരെ എഗ്ഗിൻ്റെ പ്രോസസ്സ് അങ്ങനെയൊന്നും നടക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എഗ്ഗൊന്നും രണ്ടിൻ്റെയും വയറ്റിലൊന്നും ഇല്ല. ഫീമെയിലിൻ്റെ വയറ്റ് എഗ്ഗില്ല. മെയിലൊന്നും എന്തൊക്കെയാണ് പറയുന്നത്, എല്ലാം അങ്ങനെ അങ്ങ് പോകുന്നു. അവിടെ ഇതിനകത്ത് മീനൊക്കെ അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ട് കേട്ടോ. പിന്നെ മെയിനായിട്ട് ഒരു കാര്യം പറയാൻ മറന്നു പോയായിരുന്നു. അതാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. ഈ വെള്ളം മാറുന്ന സമയത്ത്, ചൂടുകാലത്ത് മാറുന്നവർ എപ്പോഴും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കണം. അല്ലെങ്കിൽ പണി മാറും, പക്കായിട്ടും പണി മാറും. കാരണം വേറൊന്നുമില്ല, നമ്മുടെ മീനുകൾക്ക് അധികം ചൂടൊന്നും പെട്ടെന്ന് താങ്ങാനില്ല. വെള്ളത്തിനകത്ത് തന്നെ നേരത്തെ വെള്ളമാണ് അതിൻ്റെ പൊക്കത്ത് ടെമ്പറേച്ചർ തോന്നുള്ളൂ. പക്ഷേ നമ്മൾ ഡയറക്റ്റ് വേറെ വെള്ളം നിറയ്ക്കുകയാണെങ്കിൽ ചൂടായിരിക്കും. എൻ്റെ ഒരു കുറച്ച് മീൻ നേരത്തെ ഡെഡായി പോയിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഡെഡായി പോയായിരുന്നു. അപ്പോൾ അതുപോലെ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് പറയാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഒന്ന്. ഇതിനകത്തുള്ള എഗ്ഗുള്ള സാധനത്തെ കണ്ടുപിടിച്ചില്ല. ഇന്നിനി അതിൻ്റെ പുറകെ ആയിരിക്കും മൊത്തം. അതിനെ കണ്ടുപിടിച്ചിട്ട് എഗ്ഗ് ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയിടാനുള്ള പ്ലാനിങ്ങാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.